പാരന്റ്സ് ആവാൻ തയ്യാറെടുക്കുന്ന സമയത്ത് 2 പേരുടെയും ഒരുപോലത്തെ മാനസിക തയ്യാറെടുപ്പ് അല്ലെങ്കിൽ മെന്റൽ പ്രിപ്പറേഷൻ 2 പേർക്കും ഒരുപോലെ സമ്മതമായിട്ടുള്ള, റെഡി ആയിട്ടുള്ള സമയത്തായിരിക്കണം അവര് പാരന്റ് ആവേണ്ടത്. അതായത് കോൺഷ്യസ് പാരന്റിംഗ് എന്ന് പറയല്ലോ. അതേപോലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കോൺഷ്യസ് പ്രഗ്നൻസി എന്നുള്ളത്. ആക്ച്വലി കോൺഷ്യസ് പാരന്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ കോൺഷ്യസ് പ്രഗ്നൻസിന്നാണ്. ഈ കപ്പിൾസിൽ ഏതെങ്കിലും ഒരാള് മാനസികമായിട്ട് തയ്യാറെടുത്തിട്ടില്ല. ആളിപ്പോ അമ്മയാവാൻ റെഡി ആയിട്ടില്ല എന്നുണ്ടെങ്കില്, അല്ലെങ്കിൽ അച്ഛനാവാൻ റെഡി ആയിട്ടില്ല എന്നുണ്ടെങ്കില്, ഒരുപക്ഷേ ഈ പ്രഗ്നന്റ് ആണ് എന്നറിയുമ്പോ ആദ്യത്തെ ഇമോഷൻ അത്ര പോസിറ്റീവ് ആയിരിക്കൂല. അത്ര ഹാപ്പി ആയിരിക്കൂല. പിന്നീട് ഒരുപക്ഷേ അത് ഗിൽട്ടിലേക്കോ റിഗ്രഷനിലേക്കോ പോവാൻ സാധ്യതയുണ്ട്. അതുകൂടാതെ അബോർട്ട് ചെയ്താലോ എന്ന് പോലും ആലോചിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അത്തരത്തില് നെഗറ്റീവ് ഇമോഷൻന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു പ്രഗ്നൻസിയുടെ ഇമ്പാക്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഒന്നാമത്തെ കാര്യം അത് ഈ വൈഫില് അഥവാ പ്രഗ്നൻസി ബെയർ ചെയ്യുന്ന മദറില് ഹൈ റിസ്ക് ഓഫ് ആങ്സൈറ്റിയോ ഡിപ്രഷൻ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. രണ്ടാമത്തെ കാര്യം കുഞ്ഞിനാണ്. കുഞ്ഞിന് ഈ ഡിറ്റാച്ച്മെന്റ് ഫ്രം ദ വെരി ബിഗിനിങ് തന്നെ ഫീൽ ചെയ്യാൻ പറ്റും എനർജറ്റിക്കലി. പിന്നീട് അത് കുഞ്ഞ് ജനിച്ചതിന് ശേഷമായിരിക്കും ഏതെങ്കിലും രീതിയിൽ അത് പ്രകടമായി കാണാൻ തുടങ്ങുക. മേ ബി അവർ സ്കൂളിലൊക്കെ പോകാൻ തുടങ്ങുന്ന സമയത്ത് പുവർ ലേണിംഗ് എബിലിറ്റീസും ഫോക്കസും ആയിരിക്കാം പ്രശ്നം. അതല്ലെങ്കിൽ അൺറീസണബിൾ ആയിട്ടുള്ള ഏതെങ്കിലും കൈൻഡ് ഓഫ് ഫിയേഴ്സ്. അതും അല്ലെങ്കിൽ ഈ പാരന്റ്സിൽ ഏതെങ്കിലും ഒരാളോടായിട്ടുള്ള ഹൈ ഡിറ്റാച്ച്മെന്റ്. ഇത്തരത്തില് പല പ്രശ്നങ്ങൾ കുട്ടിയിലും കാണാൻ സാധ്യത ഉണ്ടാവാറ്. അപ്പോൾ കോൺഷ്യസ് പ്രഗ്നൻസിയും കോൺഷ്യസ് പാരന്റിങ്ങും അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്.